ഈ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ഹാവൽസിന്റെ ഒരു MCCBയും അതിന്റെ ഷണ്ട് കോയിലാണ്. ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് L&Tന്റെ MCCBയും ഒരു ഷണ്ട് കോയിലും. അപ്പോൾ എന്തിനാ ഷണ്ട് കോയിൽ യൂസ് ചെയ്യുന്നത് അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പ്രധാനമായി യൂസ് ചെയ്യുന്ന ഷണ്ട് കോയിൽ എന്തിനാ യൂസ് ചെയ്യുന്നതെന്നല്ല, ഈ ഓരോ ബ്രാൻഡിലും അതിന്റെ ഷണ്ട് കോയിൽ വെക്കുന്നത് ഓരോ തരത്തിലാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾ ആരെങ്കിലും വീടോ മറ്റു ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ട്സിനോ ഇന്റീരിയർ ഡിസൈനേഴ്സിനോ ഇലക്ട്രീഷ്യന്മാർക്കോ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിനോ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ പ്ലംബിംഗ് ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ Shishiram എഞ്ചിനീയറിംഗ് സർവീസ്. ഇത് ഹാവൽസിൻ്റെ 100 ആംപിയർ 4 പോൾ MCCB ആണ്. അത് 16 kA റേറ്റിംഗ് ഉള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഷണ്ട് കോയിൽ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ മുന്നേ ഉള്ള L&Tൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. L&Tൻ്റെ ഷണ്ട് കോയിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിൻ്റെ ഷണ്ട് കോയിൽ ഇങ്ങനെയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യുക, അതേപോലെ തന്നെ ഇവിടെ ഒരു മൈക്രോ ലിമിറ്റ് സ്വിച്ച് കാണിക്കുന്നുണ്ട്, ഒരു കോയിൽ കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സിമ്പിളായിട്ട് പറയാം, ഇതിൻ്റെ ഫംഗ്ഷനും മറ്റേതുപോലെ തന്നെയാണ്. ഇതൊരു സോളിനോയിഡ് കോയിലാണ്. ഇവിടെ പവർ വരുമ്പോൾ ഈ കോയിൽ വാങ്ങി ഈ പ്ലഞ്ചർ ഇങ്ങോട്ടേക്ക് വലിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ലിവർ വലിഞ്ഞ് ഇതിനെ ട്രിപ്പാക്കുക ചെയ്യുന്നത്. ഇത് മാനുവലായിട്ട് ട്രിപ്പാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഈ റെഡ് ബട്ടൺ ഞെക്കുമ്പോൾ ഇത് ഓൺ ആണ് ഇപ്പോൾ ഉള്ളത്, 1-ലുള്ളത് ഓൺ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാനുവലായിട്ട് ഇത് ട്രിപ്പായി. നമുക്ക് സ്ട്രിപ്പാക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ സ്ക്രൂസ് ഊരിക്കൊണ്ട് ഇതിൻ്റെ കവർ തീരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 2-3 സ്ലോട്ട് കാണും. ഇതിൻ്റെ അകത്ത് 2 സ്ലോട്ടിലാണ് ഈ പ്ലഞ്ചേഴ്സ് വെക്കാൻ പറ്റുന്നതുള്ള ഏരിയ ഉള്ളത്. പിന്നെ ഒന്ന് വെറുതെ ഒരു സ്ലോട്ടാണ് അതിനകത്ത് ഔട്ട്പുട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഇവിടെ ഘടിപ്പിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മൈക്രോ ലിമിറ്റ് സ്വിച്ച് എന്തിനാണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കോയിൽ മാത്രം പോരെ, കാരണം L&Tയിൽ ഇങ്ങനെ ഒരു മൈക്രോ ലിമിറ്റ് സ്വിച്ച് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെ എവിടെയാണ് വെക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുമ്പോൾ ഈ മൈക്രോ ലിമിറ്റ് സ്വിച്ചുള്ള മോഡലിനെ നിങ്ങൾക്കൂടെ നോക്കിയാൽ ഇവിടെ ഒരു പ്ലഞ്ചർ അല്ലാണ്ട് ഉള്ളിലൊരു ബ്ലാക്ക് കളർ ഒരു ഇതും കൂടിയുണ്ട്. അതായത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓഫാക്കി ഇതിനെ ഓൺ ആക്കിയതിന് ശേഷം എന്നിട്ട് ഈ സാധനത്തിന് മെല്ലനെ ഒന്ന് തള്ളുമ്പോൾ ഇത് ട്രിപ്പാവുന്നതോടുകൂടി ഈ ചെറിയൊരു നോബ് ഇങ്ങോട്ടേക്ക് ടേൺ ആവുന്നുണ്ട്. അതായത് സംഭവിക്കുന്നത് ഈ സോളിനോയിഡ് അല്ലെങ്കിൽ ഷണ്ട് കോയിലിൽ നമ്മൾ പവർ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഈ ലിവർ ഇങ്ങോട്ടേക്ക് വന്ന് ഈ ബ്ലാക്ക് കളർ സാധനത്തിനെ വലിച്ചുകൊണ്ട് ഇതിനെ ട്രിപ്പാക്കുന്നു. അത് ട്രിപ്പാക്കിയപാട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ബ്ലാക്ക് കളർ സാധനം വന്ന് ഈ മൈക്രോ ലിമിറ്റ് സ്വിച്ചിനെ ഇട്ടിട്ട് ഈ സോളിനോയിഡിൻ്റെ കണ്ടിന്യൂറ്റി കട്ടാക്കുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സോളിനോയിഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് കത്തിപ്പോവും. അപ്പോൾ ഓരോ പ്രാവശ്യം ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ആ ട്രിപ്പിന് വരുന്ന സിഗ്നൽ ഈ ഒരു ചെറിയ ലിമിറ്റ് സ്വിച്ച് വെച്ചിട്ട് കട്ടാക്കുന്നു. നമുക്കിനി ഇതിൻ്റെ സോളിനോയിഡിൻ്റെ ആ ലിമിറ്റ് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നോക്കിക്കോ, ഇതൊന്ന് കണ്ടിന്യൂറ്റിയിൽ ഇടുന്നുണ്ട്. സോളിനോയിഡിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുകയാണ്. കണ്ടിന്യൂറ്റി ചെയ്യുമ്പോൾ 400 മുതൽ 396 ഓംസ് വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇനി ഈ ലിമിറ്റ് സ്വിച്ച് ഞാനിതാ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കട്ടായി, ഇതിൻ്റെ കണ്ടിന്യൂറ്റി കട്ടായിരിക്കുന്നു. ഓവർലോഡ് കാണിക്കുക, കണ്ടിന്യൂറ്റി കട്ട്. അതായത് ഇവിടെ ഒരു ഫോൾട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സോളിനോയിഡിനെ ആക്ടിവേറ്റ് ചെയ്ത് ഇത് പ്ലഞ്ചർ വലിക്കും. ആ പ്ലഞ്ചർ വലിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ട്രിപ്പ് ആയതിനു ശേഷം തന്നെ ഈ ലിമിറ്റ് സ്വിച്ച് കട്ടായതുകൊണ്ട് ഈ സോളിനോയിഡ് ഓഫ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിൽ ഫിക്സിങ്ങിലേക്ക് പോവാം. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സോളിനോയിഡ് ഈ ഭാഗത്തേക്ക് തട്ടുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതിൻ്റെ ഈ ലിമിറ്റ് സ്വിച്ച് ഈ ഒരു പ്ലഞ്ചറിലേക്ക് വരുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ഓപ്പോസിറ്റിന് തന്നെയുള്ളത് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂട്ടി എടുത്ത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിലേക്ക് ഇതിൻ്റെ അറ്റത്ത്, അതായത് ഇവിടെയുള്ളൊരു ക്ലിപ്പില്ലേ, ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിലേക്ക് ഇറക്കി വെക്കുക വേണ്ടത്. അത് ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൊണ്ട് ഓക്കെ ഇങ്ങനെ കൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്കറ്റിൻ്റെ കൂടെ ഷണ്ടിൻ്റെ കൂടെ ഒരു സ്ക്രൂ കിട്ടും. ആ സ്ക്രൂ വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വയർ നിങ്ങൾക്ക് ഈ സ്പ്രിങ്ങിനൊന്നും ബാധിക്കാതെ ഈ ഒരു ഗ്യാപ്പിലൂടെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഈ പ്ലഞ്ചർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ട്രിപ്പ് ആവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. മാനുവലായിട്ട് ഇതിൻ്റെ ഇലക്ട്രിക്കലായിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശേഷം കൃത്യമായിട്ട് ഇത് പ്ലേസ് ചെയ്യാം.
അപ്പോൾ ആ ഗ്യാപ്പിൽ കൃത്യം ഇവിടെ വയർ ഇവിടെ ചെറിയൊരു സ്ലോട്ട് ഉണ്ട്, ആ സ്ലോട്ടിലൂടെയാണ് ഇറക്കിക്കൊണ്ട് വരേണ്ടത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം 0ലേക്ക് റീസെറ്റ് ചെയ്യുക, അപ്പോൾ ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഡ് കാണും. ഇനി ഇതൊന്ന് നമുക്ക് പവർ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഫോൾട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ ട്രിപ്പായത്. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. ഇത് ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങളിത് പവർ റിലീസ് ചെയ്ത് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സംശയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. Shishiram Engineering Service നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്നെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.